The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all of it closely. I made it innocent, a feel of discontent. I'm finally facing it all. Hello guys, welcome back to Grow Base guys. It's me Grow guys. നമ്മൾ പുതിയൊരു ലാപ്ടോപ്പ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് guys. അപ്പോൾ എല്ലാവരും പോയി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ഗൈസ് താങ്ക് യു ഫോർ ദി 4K സബ്സ് ആൻഡ് റോഡ് ടു 5K ആണ്. എല്ലാവരും പോയി സബ് അടിക്കുക ഗൈസ്. ഏത് മൂഡ് പൊളി മൂഡ് ഗൈസ്. സ്കൂൾ സമയം കാണണം ഡയറക്റ്റ് വീഡിയോ കിടക്കാം. ഇതാണ് Lenovo Legion 5i Pro guys. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടമല്ല പറയണ്ടേ. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് ഗ്രേഡ് പെർഫോമൻസ് വേണം, പക്ഷെ നിങ്ങൾക്ക് പോർട്ടബിലിറ്റി വേണമെങ്കിൽ ഇതാണ് നമ്മുടെ സാധനം ഗൈസ്, Lenovo Legion 5i Pro guys. അപ്പോൾ ആ സാധനം കൂടുതൽ പറയാൻ ഗൈസ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഡിസൈനോട് സംസാരിക്കും. ഡിസൈനോട് സംസാരിക്കുമ്പോൾ ആദ്യം എടുത്ത് പറയേണ്ടത് ഇതിന്റെ വെയിറ്റ് ആണ്. 2.43 കിലോഗ്രാം വരുന്ന വെയിറ്റും പ്ലസ് ചാർജറിന് സെപ്പറേറ്റ് 750 730 ഗ്രാം സംതിങ് വരുന്നതാണ്. രണ്ടും കൂടി നമുക്ക് അപ്രോക്സിമേറ്റ് 2.5 ഗ്രാം ആയിട്ട് റൗണ്ട് എടുക്കാം ഗൈസ്. അത്ര ഉള്ള ഗൈസ്. 245 വാട്ടിന്റെ ചാർജറാണ് വരുന്നത് ഗൈസ് ബൈ ദ വേ. അപ്പോൾ ഡിസൈനേഴ്സ് പറയുമ്പോൾ ഒരു അലുമിനിയം പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത് ഗൈസ്. കണ്ട ലീജിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ലെനോവോയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ബാക്കിലായിട്ട്. പിന്നെ ഇതിന് സൈഡിലൊന്നും വെൻസ് ഒന്നുമില്ല ഗൈസ്. ബാക്കിൽ ഒരു 2 ഇൻടേക്ക് വരുന്നുണ്ട്. സോ ഒരു ലാപ്ടോപ്പ് കൂടെ നല്ലതായിരിക്കും. ഇതിന് എക്സോസ്റ്റ് വരുന്നത് ബാക്കിലാണ് ഗൈസ്. ബാക്കിൽ എന്ന് പറയുമ്പോൾ ഇവിടെ വരും. പിന്നെ ഒരു പർപ്പിൾ കളർ ക്ലാഡിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി നല്ല ചെത്തു ലുക്കായിട്ട് അത്ര പറയാനുള്ള സ്കൂളൊന്നും പറയാനുള്ള സംഭവം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഇതിന്റെ ഹിഞ്ചസിന് നല്ല പ്രത്യേകത ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. സാധാരണ ലാപ്ടോപ്സ് ഒക്കെ 130 ഡിഗ്രിയാണ് തുറക്കുക, എന്നാൽ ഇത് 130 ഡിഗ്രി അല്ല. യു നോ ദിസ് ഇസ് Lenovo. Lenovo ഇസ് മെയ്ഡ് ഡിഫറെന്റ് എന്നാണല്ലോ. ഇതൊരു 180 ഡിഗ്രി വരെ തുറക്കാൻ ഗൈസ്. ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. എന്തിനു വേണ്ടിയിട്ടൊന്നും എനിക്ക് അറിയാൻ പാടില്ല, ബട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ വെച്ചിട്ട് നേരെ കുത്തി ഉപയോഗിക്കാനൊക്കെ ഉപയോഗിക്കാം. കീബോർഡിനൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് RGB കീബോർഡാണ് ഗൈസ്. 24 സോണിന്റെ കീബോർഡാണ് ഗൈസ് വരുന്നത്. ഫുൾ 4 സോൺ അല്ല, 24 സോൺ. പെർ കീ നിങ്ങൾക്ക് കളർ മാറ്റാൻ പറ്റുന്ന ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. ട്രാക്ക് പാഡും അത്യാവശ്യം നല്ല വലുപ്പമാണ്, ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് വലുപ്പമുണ്ട്. പിന്നെ ഇതിന്റെ പോർട്ട് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ വരുമ്പോൾ നമുക്ക് റെഡ് പോർട്ട് വരുന്നുണ്ട്, ഒരു പ്രൈവസി ഷട്ടർ വരുന്നുണ്ട്. പിന്നെ 2 USB-A 3.2 പോർട്ട് വരുന്നുണ്ട്. Gen 1 ആണ് വരുന്നത്. പിന്നെ ഒരു 3.4 3.5 mm ജാക്ക് വരുന്നുണ്ട്. ഇതിന്റെ ചാർജിങ് പോർട്ട്. പിന്നെ ഒരു HDMI 2.1 എന്ന് പറയുമ്പോൾ 8K 60 ഫ്രെയിം സപ്പോർട്ടർ ആണ്. ഒരു Thunderbolt 4 വരുന്നുണ്ട് വിത്ത് PD സപ്പോർട്ട് അപ് ടു 100 വാട്ട് ആണ് വരുന്നത്. പിന്നെ ഒരു ടൈപ്പ് സി 2 ടൈപ്പ് സി വരുന്നുണ്ട്, അതും Gen 2 സംതിങ് ആണ് വരുന്നത്. Gen 2 ആണ് വരുന്നത്. 40 GB/s ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വേറെ പോർട്ട് കൂടി ഉണ്ട്, USB-A 3.2 Gen 2 പോർട്ടാണ്. ഈ പോർട്ടിന് പ്രത്യേകത ഉണ്ട്, ഇത് ഫുൾ ടൈം ആക്റ്റീവ് ആണ്. അതാണ് എന്റെ പ്രത്യേകത. ലൈക്ക് നമ്മൾ ലാപ്പ് ഫുൾ ടൈം ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്താലും ഈ പോർട്ട് ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് അത് കുത്താം, മൊബൈൽ ചാർജ് ചെയ്യും, എന്ത് വേണമെങ്കിൽ ചാർജ് ചെയ്യും ഗൈസ്. അങ്ങനത്തെ ഫീച്ചറിന് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല ആരാണിത് പവർ ബാങ്ക് ഉപയോഗിക്കുന്നത്. കാരണം ഒരു ബാറ്ററിയോട് എടുത്ത് പറയുകയാണെങ്കിൽ അത് വിറ്റാണ് ഗൈസ്. ബാറ്ററി ഇത് ഒന്നാമതൊരു ഗെയിമിംഗ് ലാപ്പാണ്. സോ ബാറ്ററി എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ ഗൈസ് ഞാൻ ഫുൾ ടൈം ചാർജിൽ ഇട്ടിരിക്കുന്നത്. ബാറ്ററി എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് കിട്ടിയിരിക്കുന്നത് 2 മണിക്കൂറാണ് ബാറ്ററി ലൈഫ് കിട്ടിയിരിക്കുന്നത്. ഫുൾ ചാർജിൽ 2 മണിക്കൂറാണ് കിട്ടുക അതിൽ ബാറ്ററി ലൈഫ്. സോ നോട്ട് എ ഗുഡ് ഫോർ എന്താ പറയുക, നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ അങ്ങനത്തെ പർപ്പസിനാണെങ്കിൽ അത്ര നല്ല ലാപ്പല്ല, വേറെ ലാപ്പ് എടുക്കാം. കാരണം ഇത് ഒന്നാമത് പവർ ഹംഗ്രി ആണ്. പവർ ഹംഗ്രി ആകാൻ കാരണം വെച്ചാൽ ഇതിൽ നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു Intel Core Ultra 9 പ്രൊസസ്സറാണ്. 275Hz പ്രൊസസ്സറാണ് വന്നിരിക്കുന്നത്. പിന്നെ 32 GB റാം വരുന്നുണ്ട്. RTX NVIDIA RTX 5060 8GB VRAM ഗ്രാഫിക്സ് ആണ് വന്നിരിക്കുന്നത് ഗൈസ്. പിന്നെ ഒരു TB SSD വരുന്നുണ്ട്, ഒരു സ്ലോട്ടും കൂടി NVMe ബാക്കിയുണ്ട്, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. റാം ക്യാൻ ബി അപ്ഗ്രേഡ് ടു 64 GB റാം. ഗ്രാഫിക്സിന്റെ ഇതിന്റെ TGP വരുന്നത് ഏകദേശം 115 വാട്ടാണ് വിത്ത് ഡൈനാമിക് ബൂസ്റ്റും കൂടി ആയിട്ടാണ് 115 വാട്ട് വന്നിരിക്കുന്നത്. അടുത്ത നമുക്ക് ഡിസ്പ്ലേസ് പറയാം. ഡിസ്പ്ലേസ് പറയുകയാണെങ്കിൽ 16:10 റേഷ്യോ വരുന്നത് ഡിസ്പ്ലേ ആണെങ്കിൽ ടിപ്പിക്കൽ ഒരു ഗെയിമിംഗ് സ്പെക്കിലേക്ക് പോകുമ്പോൾ വരുന്ന ഡിസ്പ്ലേ തന്നെയാണ് 16:10 റേഷ്യോ. 2.5K വരുന്ന റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ്. 240 Hz. ഇതിലില്ലാത്ത ഫീച്ചേഴ്സ് വേറെ ഒന്നുമില്ല ഗൈസ്. G-Sync സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് വേരിയബിൾ റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ Dolby Vision HDR എല്ലാ സപ്പോർട്ടും ഉണ്ട് ഗൈസ്. ഇത് OLED പാനലല്ല, IPS പാനലാണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിലും ഇതിന് OLED വേർഷൻസ് വരുന്നുണ്ട്. ബട്ട് ഇത് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടാൻ ചാൻസ് കുറവാണ് ഗൈസ്. ഒരു ഇന്റർനാഷണൽ മോഡലാണ്, ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിയതാണ്. സോ ഇതിന്റെ തന്നെ എടുത്തു പറയുന്നത് സ്പീക്കേഴ്സ് ആണ്. സ്പീക്കേഴ്സ് ഇതിനെ വന്നിരിക്കുന്നത് ഹർമന്റെ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ട്യൂൺഡ് ബൈ നെഹ്മിക് ആണ്. നെഹ്മിക് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീൽ സീരീസിന്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. അതിന്റെ സറൗണ്ട് ഒക്കെ വരുന്നത് അടിഭാഗത്താണ് വരുന്നത്. 2 ഡൗൺ ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ്, 2 വാട്ട് സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സംഭവം കുഴപ്പമില്ല, ഞാനൊരു സാമ്പിൾ കേൾപ്പിച്ചു തരാം.
പിന്നെ ഇതിന്റെ കീബോർഡും എന്നൊക്കെ പറയുമ്പോ ഒരു ഫുൾ സൈസ് കീബോർഡ് തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു ട്രാക്ക് പാഡ് വിച്ച് ഈസ് ലൈക്ക് മോർ ദാൻ ഇനഫ്, ലൈക്ക് അത്യാവശ്യം വലുപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു വെബ് ക്യാം എന്ന് പറയുമ്പോൾ സെയിം ആസ് 2K റെസൊല്യൂഷൻ വരുന്ന വെബ് ക്യാം ആണ്. ഞാൻ ഒരു ലാപ്ടോപ്പിൽ കണ്ടിരിക്കുന്ന ഒരു നല്ലൊരു വെബ് ക്യാം ആണ്. 2K റെസൊല്യൂഷനിൽ നമുക്ക് ഈ ലൈവ് സ്ട്രീമിംഗ് ആണെങ്കിലും എന്തെങ്കിലും മീറ്റിംഗ്സ് ആണെങ്കിലും മീറ്റിംഗ്സ് ആണ് പിടിക്കാൻ പോകുന്നത്. സോ ഒബ്വിയസ്ലി ലൈവ് സ്ട്രീംസ് ആൻഡ് വീഡിയോ കോൾസിനൊക്കെ പെർഫെക്റ്റ് ക്യാമറ ആണ് ഗൈസ്. പിന്നെ ഈ സൈഡിൽ അതിലൊരു പ്രൈവസി ബട്ടണൊക്കെ ഉണ്ട്. സോ ആ ഒരു പരിപാടി, ക്ലോസിംഗ് പരിപാടി അങ്ങനെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഉണ്ട്, ലീജിയൻ സ്പേസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. ലീജിയൻ 4 പ്രീസെറ്റ് ആണ് വരുന്നത്. 3 വരുന്നത് ക്വയറ്റ്, ബാലൻസ്, പെർഫോം. പിന്നെ ഒരെണ്ണം കസ്റ്റം വരുന്നുണ്ട്. കസ്റ്റമിൽ കയറി നമുക്ക് ഓവർക്ലോക്കിംഗ് പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ CPU നമുക്ക് ഗ്രാഫിക്സും ഓവർക്ലോക്കബിൾ ആണ്. പിന്നെ ഇതിന്റെ നമുക്ക് ഫാൻ സ്പീഡ് ഞാൻ കേൾപ്പിച്ചു തരാം ഗൈസ്. ഇതിപ്പോ നോർമൽ ഫാൻ സ്പീഡാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ആക്ച്വലി ഫാനൊക്കെ ഓഫ് ആണ്. ഇപ്പൊ ആക്ച്വലി നമ്മളൊന്നും ചെയ്യേണ്ട, ഐഡിലിട്ട് കഴിഞ്ഞാൽ ഫാനൊക്കെ ഓഫ് ആയിരിക്കും. പെർഫോമൻസിലൊക്കെ കിട്ടുമ്പോൾ ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മാക്സിമം വരുന്ന ഒരു എക്സോസ്റ്റ് സൗണ്ട് കേൾക്കാം ഗൈസ്. സോ ഗൈസ് ഇതിൽ വന്നിരിക്കുന്ന ഒരു 5400 RPM വരെ പോകുന്ന 2 ഫാൻസ് ആണ് വന്നിരിക്കുന്നത് ഗൈസ്. അതാണ് ഗൈസ്, ഒന്ന് GPU യും ഒന്ന് CPU ന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. പിന്നെ മച്ച് സ്വിച്ച് അവൈലബിൾ ആണ്. നമുക്ക് ഇതിന്റെ ലീജിയൻ സ്പേസിൽ കയറി നമുക്ക് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് റൺ ചെയ്യണോ, ഗ്രാഫിക്സ് റൺ ചെയ്യണോ ഗൈസ്. പിന്നെ ഗൈസ് ഇതിന്റെ ചാർജിങ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് ഗൈസ്. ഇതിന്റെ ചാർജിങ് എന്ന് വെച്ചാൽ ഒരു 0 to 80% വരെ ഒരു 30 minutes കൊണ്ട് ഫുൾ ചാർജിൽ 80% വരെ ചാർജ് ആവുന്നതാണ് ഒരു പറയുന്നത്. വിച്ച് ഇസ് റിയലി ഫാസ്റ്റ്. ഞാൻ ആക്ച്വലി ടെസ്റ്റ് ഒക്കെ നോക്കിയതാണ്. പെട്ടെന്ന് തന്നെ ചാർജ് കയറുന്നുണ്ട്, ബട്ട് പെട്ടെന്ന് തന്നെ ചാർജ് ഇറങ്ങണുണ്ട്. കാരണം ഇതൊരു ബാറ്ററി ലൈഫ് ഓറിയന്റഡ് ഒരു ലാപ്ടോപ്പോ PCയോ അല്ല. പിന്നെ മിക്ക നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ ഗെയിമുകളും ലോകത്തിൽ നടക്കുന്ന എല്ലാ ഗെയിമുകളും നിങ്ങൾക്ക് ഹൈ അൾട്രാ സെറ്റിംഗ്സിൽ കളിക്കാം. ഞാനൊരു സൈബർ പങ്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. സൈബർ പങ്ക് വിച്ച് ഈസ് അതും അൾട്രാ സെറ്റിംഗ്സിൽ റേ ട്രേസിംഗ് സൈക്കോയിൽ ഇട്ട് നോക്കിയതാണ്. പാത്ത് ട്രേസിംഗും വർക്കാവും. പക്ഷെ പാത്ത് ട്രേസിംഗിൽ പ്രശ്നം വെച്ചാൽ DLSS ഉണ്ടെങ്കിൽ മാത്രമാണ് പാത്ത് ട്രേസിംഗ് കുറച്ചുകൂടി ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു പിടുത്തം വരും. കാരണം അത് വേറൊരു ലൈറ്റിംഗ് ആണ്. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ വീഡിയോ ഉണ്ടാക്കി തരാം. വേണമെങ്കിൽ ഇൻട്രസ്റ്റഡ് ആൾക്കാർ കമന്റ് ചെയ്യുക ഗൈസ്. സോ അതാണ്. പിന്നെ GTA 5 ഞാൻ ടെസ്റ്റ് ചെയ്തു. GTA 5 എൻഹാൻസ്ഡ് വേർഷൻ സ്മൂത്ത് ആണ് ഗൈസ്. മൈൻക്രാഫ്റ്റ് നമ്മുടെ ചാനലിൽ മൈൻക്രാഫ്റ്റ് ടെസ്റ്റ് ചെയ്ത കേസ് ഞാൻ ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസം ലൈവ് സ്ട്രീം 6 o'clock ലൈവ് സ്ട്രീമാണ്. സോ ലൈവ് സ്ട്രീമിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ലൈവ് സ്ട്രീമിലൊക്കെ ഞാൻ 2K റെസൊല്യൂഷനിൽ ലൈവ് സ്ട്രീം ചെയ്തു. മൈൻക്രാഫ്റ്റിൽ വിത്തൗട്ട് ഷെയ്ഡേഴ്സ് എനിക്ക് 1000 ഫ്രെയിംസ് കിട്ടുന്നത്. ഷെയ്ഡർ ഇടുമ്പോൾ 800 ഫ്രെയിംസ്. ഇവർ തന്നെ എടുത്തു പറയേണ്ട 2 AI ചിപ്സെറ്റ് വരുന്നുണ്ട്. സോ നമ്മളെ യൂസേജ് അനുസരിച്ച് മെഷീൻ ലേണിംഗ് വെച്ചിട്ട് തന്നെ അതിനനുസരിച്ച് ട്യൂൺ ചെയ്ത് നമുക്ക് പെർഫോമൻസ് ഒക്കെ സെറ്റ് ആക്കി തരുന്നതാണ്. പിന്നെ ബെസ്റ്റ് ചിപ്സെറ്റ് ആണ്, Ultra 9 ചിപ്സെറ്റ് ആണ്, 275Hz ആണ്. നിങ്ങൾക്ക് കൂടുതൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പറയുകയാണെങ്കിൽ റൈസിനേക്കാളും കുറച്ചും കൂടി ഔട്ട് പെർഫോം ചെയ്യണത് ഈ ചിപ്സെറ്റ് ആണ് ഗൈസ്. Ultra 9 ആണ് ഗൈസ്. ഇന്ത്യയിൽ തന്നെ ഇപ്പോഴത്തെ ടോപ്പ് ലെവലാണ് വരുന്നിരിക്കുന്നത്. പിന്നെ കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്നിരിക്കുന്നത് Wi-Fi 7 കാർഡാണ് വന്നിരിക്കുന്നത്. Wi-Fi 7 പ്ലസ് ബ്ലൂടൂത്തിന്റെ 5.4 വേർഷൻ ആണ് വന്നിരിക്കുന്നത്. സോ അതൊന്നും സീനില്ല ഗൈസ്. പിന്നെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ കളർ ആക്യുറേറ്റഡ് ആണ്. 100% DCI-P3 കാലിബ്രേറ്റഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഗൈസ്. സോ വീഡിയോ എഡിറ്റേഴ്സിനും എല്ലാത്തിനും വേറെ ലെവലാണ് ഗൈസ്. സെറ്റ് സാധനമാണ് ഗൈസ്. എല്ലാവരും കാത്തിരുന്ന നിമിഷം വന്നു ഗൈസ്. ഈ മോഡലിന് എത്രയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇത് ഒന്നാമത് ഈ ഒരു മോഡൽ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നതല്ല, ഇത് ഇന്റർനാഷണൽ മോഡലാണ്. സോ ഇതിന് ഈ സ്പെക്കിന് പ്രൈസ് വരാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നോക്കുകയാണെങ്കിൽ നമ്മൾ ChatGPT ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇന്ത്യൻ പ്രൈസ് 2 ലക്ഷത്തിന് മേലേക്ക് പോകുന്നതാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. അത് വെച്ചാൽ നിങ്ങൾക്ക് പെർഫോമൻസ് വേണം, പക്ഷെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് പോർട്ടബിലിറ്റിയും വേണം, അങ്ങനത്തെ ഒരാൾ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഗൈസ്. കാരണം നല്ല അടിപൊളി പെർഫോമൻസ് ആണ് കിട്ടുന്നത് ഗൈസ്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഗൈസ്. ഇതിൽ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇതിന്റെ ബാറ്ററി ലൈഫ് തന്നെയാണ്. ബാറ്ററി ലൈഫ് കുറച്ച് ഇതാണ്, പക്ഷെ നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. ഒരു ഗെയിമിംഗ് ലാപ്പിന് ബാറ്ററി ലൈഫ് വേണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ഗൈസ് അതാണ് ഗൈസ് നമ്മുടെ Lenovo Legion 5i Pro റിവ്യൂ പറയുകയാണെങ്കിൽ ഗൈസ് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഗൈസ്. നല്ല ലാപ്ടോപ്പാണ്, വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങിക്കോ. ഇതൊരു ഇന്റർനാഷണൽ വേർഷൻ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ ദുബായിലോ വല്ലവരും ഉണ്ടെങ്കിൽ അവർ വഴി വാങ്ങുന്നതായിരിക്കും ബെറ്റർ, ലാഭം എന്ന് ഞാൻ പറയാം. കാരണം ഇന്ത്യയിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ സാധനത്തിന് 2 lakh above പ്ലസ് വരും, അല്ലെങ്കിലും വരും. ക്രോഗോ ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. അതായത് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ആൻഡ് ഓൾസോ ഗൈസ് താങ്ക്സ് ഫോർ 4K subs. നമ്മൾ 5K പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി എന്നാ, ബൈ.